നേപ്പാൾ കത്തിയെരിയുകയാണ്. 24 മണിക്കൂറത്തെ അക്രമ സമരങ്ങൾ കൊണ്ട് പ്രധാനമന്ത്രി രാജിവെച്ച് ഒഴിഞ്ഞു പോകുന്നതെല്ലാം നമ്മൾ കണ്ടു. പക്ഷേ പ്രധാനമന്ത്രി രാജിവെച്ച് ഒഴിഞ്ഞു പോയിട്ടും അവിടുത്തെ അക്രമങ്ങൾ അവസാനിക്കുന്നില്ല. ഭരണകൂടം വീണിട്ടും അവിടെ ഈ അക്രമങ്ങൾ തുടരുകയാണ്. ഇന്ന് രാവിലെയും വലിയ രീതിയിലുള്ള അക്രമ സംഭവങ്ങൾ അവിടെ അരങ്ങേറി. ഇന്നലെ രാവിലെയും അവിടെ വലിയ രീതിയിലുള്ള ഈ പറയുന്ന അക്രമ സംഭവങ്ങളെല്ലാം നാട് നീളെ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. ക്രിമിനലുകൾ ജയിലിൽ ചാടുന്നുണ്ട്. അവർക്കെതിരെ പോലീസ് വെടിവയ്പ് നടത്തുന്നുണ്ട്. നേപ്പാളിലെ പ്രധാന നഗരങ്ങളിലെല്ലാം തന്നെ കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എങ്കിൽ പോലും പലയിടങ്ങളിലും അക്രമം നിയന്ത്രിക്കാനാകാതെ പോലീസും പട്ടാളവും എല്ലാം പാടുപെടുകയാണ്. ഇപ്പോൾ സ്ഥാനമൊഴിഞ്ഞ മന്ത്രിസഭയ്ക്ക് പകരം ഭരണകൂടത്തിന് ഭരണകൂടം മറ്റൊരാളെ ഏൽപ്പിക്കും. ആരെ ഏൽപ്പിക്കും എന്ന് പറഞ്ഞ് തലപുകഞ്ഞ് ആലോചിക്കുകയാണ് അവിടുത്തെ പട്ടാളം. കാരണം ഇപ്പോൾ അവിടെ പട്ടാളമാണ് നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു താൽക്കാലിക ഭരണം എന്നുള്ള രീതിയിൽ പട്ടാളമാണ് അവിടെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നോക്കുന്നത്. അവർ കാരണം ഈ പട്ടാള ഭരണം എന്നുള്ളത് അവിടെ ഒരു താൽക്കാലിക സാധ്യത മാത്രമാണ്. അപ്പോൾ അവർ എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ഈ ഭരണകൂടം മറ്റാരെ ഏൽപ്പിക്കുമെന്ന് ഉള്ള ഒരു ആശങ്കയിലാണ്. പല പേരുകൾ ഉയർന്നു വരുന്നുണ്ട്. ഇതുവരെയും ഒരു സമവായത്തിലെത്താൻ സാധിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് നേപ്പാളിലെ മുൻ രാജാവ്, അതായത് അവിടുത്തെ രാജവംശത്തിലെ അവശേഷിക്കുന്ന വ്യക്തി, അദ്ദേഹം മുന്നോട്ട് വരുന്നത്. നമുക്കറിയാം 2008 നേപ്പാളിൽ രാജഭരണം അവസാനിച്ചത്. ആ സമയത്തുണ്ടായിരുന്ന രാജാവായിരുന്നു ജ്ഞാനേന്ദ്ര ഷാ. ഇപ്പോൾ ഒരു പ്രസ്താവനയുമായി അദ്ദേഹം രംഗത്തെത്തിയിരിക്കുകയാണ്. അതായത് തീർച്ചയായും ഈ ഒരു യുവാക്കളുടെ സമരത്തെ അനുകൂലിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനയുമായിട്ടാണ് ഇദ്ദേഹം വന്നിരിക്കുന്നത്. രാജ്യത്തെ സർക്കാരുകളുടെ ഈ അഴിമതിക്കെതിരെ, സ്വജനപക്ഷപാതത്തിനെതിരെ, രാജ്യത്തെ സർക്കാരുകളുടെ കൊള്ളരുതായ്മകൾക്കെതിരെ രാജ്യത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ട്. ഈ പ്രതിഷേധം അവർ പ്രകടിപ്പിക്കും. അവരുടെ ആവശ്യങ്ങൾ കേൾക്കുക, പരിഹരിക്കാൻ സാധിക്കുന്നത് പരിഹരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. എന്നതിന് പകരം ആ ഒരു പ്രക്ഷോഭത്തെ അടിച്ചമർത്തുക, അവരെ ബുള്ളറ്റ് കൊണ്ട് നേരിടുക, ഇതൊന്നും ശരിയല്ല. 31ഓളം ആളുകളാണ് ഇതുവരെ ഈ ഒരു പ്രക്ഷോഭത്തിൽ മരിച്ചത്. 100 കണക്കിന് ആളുകൾക്ക് പരിക്കുമേറ്റിട്ടുണ്ട്. ഇതൊന്നും ശരിയായ കാര്യമല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല അദ്ദേഹം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയുന്നുണ്ട്. രാജ്യത്ത് അരക്ഷിതാവസ്ഥയുണ്ട്. ഈ അരക്ഷിതാവസ്ഥ വിദേശ ശക്തികൾ മുതലെടുക്കരുത് എന്നും പറഞ്ഞു. അതായത് രാജ്യത്ത് ഉടൻ തന്നെ ഒരു ഭരണ സംവിധാനം നിലവിൽ വരേണ്ടത് അത്യാവശ്യമാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. രാജഭരണം തിരികെ വരുമോ എന്ന ചോദ്യം വീണ്ടും ഉയരാൻ കാരണം ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവനയാണ്. എന്തായാലും നേപ്പാളിൻ്റെ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വർഷമായിരുന്നു 2001. 2001 സംഭവിച്ചത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. നേപ്പാളിലെ നാരായൺ ഹിതി എന്ന രാജകൊട്ടാരം, ആ രാജകൊട്ടാരത്തിൽ നേപ്പാളിലെ അന്നത്തെ യുവരാജാവ് എന്ന് പറയുമ്പോൾ രാജാവ്, രാജ്ഞി, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ, ഈ യുവരാജാവിൻ്റെ സഹോദരന്മാർ, ഇവരെല്ലാം തന്നെ വെടിവെച്ച് കൊന്ന ഒരു സംഭവം ഉണ്ടായി. അതായത് നേപ്പാൾ പാലസ് കൂട്ടക്കൊല എന്നാണ് ആ ഒരു സംഭവം അറിയപ്പെടുന്നത്. ആ രാജവംശത്തിലെ പ്രധാനപ്പെട്ട ആളുകളെ എല്ലാം തന്നെ കൊന്നൊടുക്കി. 10 പേരാണ് ആ വെടിവെപ്പിൽ മരിച്ചത്. ഏറ്റവും ഒടുവിലായിട്ട് എല്ലാവരെയും കൊന്നതിന് ശേഷം ഈ വെടിവെച്ച രാജകുമാരനും സ്വയം വെടിവെച്ച് മരിക്കുകയായിരുന്നു. 2-3 ദിവസം അദ്ദേഹം ആശുപത്രിയിൽ കിടന്നതിന് ശേഷം അദ്ദേഹവും മരണത്തിന് കീഴടങ്ങി. അതിനുശേഷം രാജകുടുംബത്തിൽ ശേഷിക്കുന്ന മുതിർന്ന അംഗമായിട്ടുള്ള ഈ പറയുന്ന ഒരു ജ്ഞാനേന്ദ്ര ഷാ എന്ന് പറയുന്ന ആളാണ് ഈ രാജഭരണം ഏറ്റെടുത്തത്. അതോടുകൂടി നേപ്പാളിൻ്റെ ഒരു ചരിത്രം തന്നെ ആടി ഉലയുവാനായിട്ട് തുടങ്ങി. അതായത് രാജഭരണത്തിൻ്റെ അവസാനത്തിലേക്കാണോ ഈ പോക്ക് എന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ തന്നെ അവിടെ അങ്ങനെ ഒരു രീതിയിൽ മാറുന്നു. 2005 മറ്റൊരു പ്രധാനപ്പെട്ട വർഷമായിരുന്നു. 2005 അതുവരെ നേപ്പാളിൽ നിലനിന്നിരുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി ആയിരുന്നു. കാരണം രാജഭരണമാണെങ്കിൽ പോലും ഭരണഘടനയുണ്ട്, പാർലമെൻറ്റുണ്ട്, എല്ലാ സംവിധാനങ്ങളും അവിടെ ഉണ്ട്. അതിന് മുകളിൽ ഒരു രാജാവുണ്ട് എന്നതായിരുന്നു അന്നത്തെ വ്യവസ്ഥ. പക്ഷേ 2005 ഈ ജ്ഞാനേന്ദ്ര ഷാ അധികാരത്തിൽ വന്ന ഉടനെ പാർലമെൻറ്റിനെ പിരിച്ചുവിടുകയും അധികാരം മൊത്തം അദ്ദേഹം കൈയടക്കുകയും ചെയ്തു. വലിയ ഒരു പ്രക്ഷോഭമാണ് ആ സമയത്തുണ്ടായത്. അതിനുശേഷം ഈ പ്രക്ഷോഭങ്ങൾക്ക് വഴങ്ങി 2006 പാർലമെൻറ്റ് പുനഃസ്ഥാപിക്കുന്നു. പാർലമെൻറ്റ് പുനഃസ്ഥാപിച്ചത് ജ്ഞാനേന്ദ്ര ഷായാണ്. പക്ഷേ 2006 പുനഃസ്ഥാപിച്ച അതേ പാർലമെൻറ്റ് അദ്ദേഹത്തിന് തന്നെ വിനയായി. കാരണം 2 വർഷത്തിനകം ജ്ഞാനേന്ദ്ര ഷാ പാർലമെൻറ്റ് പുറത്താക്കുന്നു. ഈ നേപ്പാൾ എന്ന രാജ്യത്തെ തന്നെ ഒരു രാജഭരണത്തിൽ നിന്ന് അങ്ങനെയാണ് ഈ ഒരു തീരുമാനം മുക്തമാക്കിയത്. അതായത് ജ്ഞാനേന്ദ്ര ഷാ പുറത്താകുന്നതോടെ നേപ്പാൾ എന്ന രാജ്യം രാജഭരണത്തിൽ നിന്ന് പുറത്തു വരികയാണ്.
നേപ്പാളിൽ ഒരു ഫെഡറൽ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആക്കി മാറ്റുകയും ചെയ്യുന്നു. അവിടെ പ്രധാനമന്ത്രിക്ക് പ്രസിഡന്റിനും ഒക്കെ അധികാരം വരുന്നു. രാജാവ് വെറും ഒരു സാധാരണ പൗരനായിട്ട് മാറുന്നു, നമ്മുടെ ഭാരതത്തിലൊക്കെ സംഭവിച്ചതുപോലെ. അന്ന് മുതൽ ഇദ്ദേഹം ഒരു സാധാരണ പൗരനാണ്. ഈ ജ്ഞാനേന്ദ്ര ഷാ എന്ന് പറയുന്ന ആൾ ഒരു സാധാരണ പൗരനാണ്. പക്ഷേ രാജഭരണം തിരികെ കൊണ്ടുവരാനുള്ള ചില ശ്രമങ്ങൾ ഈ കഴിഞ്ഞ മാർച്ച് മുതൽ തന്നെ തുടങ്ങിയിരുന്നു എന്നുള്ളതാണ്. 2008 അവസാനിച്ച രാജഭരണം, അതിനുശേഷം ഇപ്പോൾ ജനാധിപത്യ ഭരണവും ഒക്കെ അവിടെ പരാജയപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. എന്ന് പറഞ്ഞാൽ രാജഭരണം തന്നെ മതിയായിരുന്നു എന്ന് വിചാരിക്കുന്ന ഒരു വിഭാഗം ആളുകൾ നേപ്പാളിൽ രൂപപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അർത്ഥം. അതപ്പോൾ നമ്മൾ നോക്കിയാൽ എല്ലാ ജനാധിപത്യ രാജ്യങ്ങളിലും അത്തരത്തിലുള്ള ആളുകൾ കാണും. രാജഭരണം തന്നെ മതിയായിരുന്നു, രാജഭരണം തന്നെ മതിയായിരുന്നു. രാജഭരണത്തിൻ്റെ ഒരു നല്ല വശം മാത്രം കണ്ടുകൊണ്ടാണ് ഇവരത്തിൽ പറയുന്നത്. അതായത് രാജാവ് നല്ലതാണെങ്കിൽ മാത്രമേ ഒരു മൊണാർക്കി എന്ന് പറയുന്നത് അല്ലെങ്കിൽ രാജഭരണം എന്ന് പറയുന്നത് ഒരു നല്ല അനുഭവമായിരിക്കുകയുള്ളൂ. അതേസമയം ഈ കിം ജോങ് ഉണ്ണിനെ പോലെയുള്ള ഒരാളാണ് നമ്മൾ രാജാവായിട്ട് വരുന്നതെങ്കിൽ അവിടെ നമുക്കറിയാം കൊറിയയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന്. അവിടെ പുരുഷന്മാർക്ക് 28 രീതിയിലേ മുടി വെട്ടാൻ പറ്റുകയുള്ളൂ, സ്ത്രീകൾക്ക് 28 രീതിയിലേ മുടി വെട്ടാൻ പറ്റുകയുള്ളൂ. ഈ 28 രീതികളിൽ കിം ജോങ് ഉണ്ണിൻ്റെ ഹെയർ സ്റ്റൈൽ കിം ജോങ് ഉണ്ണിന് മാത്രമേ പറ്റുകയുള്ളൂ, അത് മറ്റാരും അനുകരിക്കാൻ പാടില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള എന്താ പറയുക, വരുന്ന രാജാവ് ഒരു ഭ്രാന്തനാണെങ്കിൽ അദ്ദേഹം കൊണ്ടുവരുന്നത് ഒരു ഭ്രാന്തൻ പരിഷ്കാരങ്ങളായിരിക്കും. നമുക്കറിയാം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ ഇരുന്നത് കൊണ്ട് തന്നെ എന്തെല്ലാം ധാർഷ്ട്യങ്ങളാണ് കാണിക്കുന്നതെന്ന്. അതായത് കറുത്ത വസ്ത്രം ധരിക്കാൻ പാടില്ല, കറുത്ത മാസ്ക് ധരിക്കാൻ പാടില്ല, ബഹുമാനപ്പെട്ട എന്ന് ചേർത്ത് വിളിക്കണം. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇദ്ദേഹം മുഖ്യമന്ത്രി പദവിയിൽ ഇരുന്നുകൊണ്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന് ഒരു രാജപദവി കിട്ടുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ 2025 മാർച്ചിൽ ഈ കാഠ്മണ്ഡുവിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ഒരു വലിയ പ്രതിഷേധ പ്രകടനം എന്ന് പറയുന്നത് അവിടുത്തെ അഴിമതി നിറഞ്ഞ ഒരു സർക്കാരിൻ്റെ ബാക്കി പത്രമാണ്. രാജഭരണം തിരികെ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവിടെ പല ആളുകളും ഇപ്പോൾ വരാൻ കാരണം ഈ ജനാധിപത്യത്തിലുണ്ടായ വളരെ ആയുസ് കുറഞ്ഞൊരു സർക്കാർ. അത് 2008 ഉണ്ടായ ഈ സർക്കാർ ഇപ്പോൾ അതിന് ഇത്ര വർഷം വരും, ഒരു 17 വർഷത്തെ ആയുസ് മാത്രമേ അവിടെ ജനാധിപത്യത്തിനുള്ളൂ. അപ്പോൾ അവർ ജനാധിപത്യം ശരിയാവില്ലെന്നവർക്ക് തോന്നാനുള്ള കാരണം അതുകൊണ്ട് കൂടിയാണ്. കാരണം ഈ അഴിമതി, ഈ പറയുന്ന പോലെ സ്വജനപക്ഷപാതം, ഇതൊക്കെ ഈ ജനാധിപത്യ സർക്കാരുകളിൽ സഹജമാണ്. പക്ഷെ നമുക്ക് അവരെ മാറ്റാനുള്ളൊരു പ്രൊവിഷൻ അവിടെ ഉണ്ട്. അത് അവിടുത്തെ ജനം തിരിച്ചറിയണം എന്നുള്ളതാണ് ഇതിലൊരു വസ്തുത. രാജഭരണം തിരികെ വേണം എന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടുകൊണ്ട് നടക്കുന്നത് അത്ര ഉചിതമായിട്ടുള്ള കാര്യമല്ല. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ മറ്റൊരു പ്രക്ഷോഭത്തിലൂടെ ജനാധിപത്യ ഭരണകൂടം തകർത്തെറിയാനുള്ള ഒരു നീക്കം കൂടെ അവിടെ നടക്കുന്നുണ്ട് എന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ജ്ഞാനേന്ദ്ര ഷാ തിരികെ വരുമോ, അദ്ദേഹം രാജാവായി തിരികെ വരുമോ, അദ്ദേഹം പ്രധാനമന്ത്രിയോ പ്രസിഡന്റായോ തിരികെ വരുമോ, ഇടക്കാല പ്രധാനമന്ത്രിയായിട്ട് വരുമോ, ഇതെല്ലാം തന്നെ നേപ്പാൾ മാത്രമല്ല അന്താരാഷ്ട്ര ലോകം മുഴുവൻ ഉറ്റുനോക്കുകയാണ്. പ്രധാനമായും ഇന്ത്യയും ചൈനയും എല്ലാം തന്നെ ഇതിൽ ഉറ്റുനോക്കുന്നുണ്ട്. ഇന്ത്യയുടെ ഇടപെടൽ ഇതിൽ എത്രത്തോളം ആണെന്ന് എന്നറിയില്ല. എന്തായാലും ഇന്ത്യ അതീവ രഹസ്യമായിട്ട് ഒരുപക്ഷെ ഇതിൽ ചില ഇടപെടലുകളൊക്കെ നടത്തുമായിരിക്കാം. കാരണം ഇപ്പോൾ തന്ത്രപ്രധാനമായിട്ട് ഇന്ത്യക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ് നേപ്പാൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ചൈനയുടെ ഇടപെടൽ വരാനുള്ള സാധ്യതയുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഇന്ത്യ അത് നേപ്പാളിൽ ഒരു സുരക്ഷാ കവചമായി തന്നെ നിന്നു എന്നും ചിലപ്പോൾ സംഭവിച്ചേക്കാം. പക്ഷെ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ നേപ്പാളിൽ രാജഭരണം തിരികെ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അവർക്ക് ഈ ഘട്ടത്തിൽ, അതായത് ഭരണം ഒന്നുമില്ലാത്ത ഈ അവസ്ഥയിൽ മുൻതൂക്കം ലഭിക്കുമോ എന്നാണ് അറിയേണ്ടത്. 2001 തുടങ്ങിയ ആ നേപ്പാളിൻ്റെ വഴിത്തിരിവായി മാറിയിട്ടുള്ള പാലസ് കൂട്ടക്കൊലയുണ്ടല്ലോ, അതിനുശേഷം നേപ്പാൾ കൂടുതൽ ഭരണ സ്ഥിരതയിലേക്കാണ് പോയത്. അങ്ങനെ പോകാൻ കാരണം രാജഭരണം തിരികെ വന്നാൽ രാജഭരണം തിരികെ വന്നാലുള്ള ഭവിഷ്യത്തുകളെ ആലോചിച്ചാണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നേപ്പാൾ ഇതുവരെ ഒരു അഭിപ്രായ സമന്വയത്തിൽ എത്തിയിട്ടില്ല. ബാഹ്യ ഇടപെടൽ ഉണ്ടായാൽ ഒരുപക്ഷെ ജ്ഞാനേന്ദ്ര ഷാ തന്നെ അധികാരത്തിലേക്ക് തിരിച്ചു വരും. പക്ഷെ അത് രാജാവായി ഇരിക്കണമെന്നില്ല, മറിച്ചൊരു ഇടക്കാല സർക്കാരിൻ്റെ തലവനായിട്ട് അങ്ങനെയൊക്കെ ഇരിക്കുന്നുള്ളൊരു സാധ്യതയാണ് നമ്മളിപ്പോൾ നോക്കിയിട്ട് കാണുന്നത്. ഇതിനോടൊപ്പം തന്നെ മറ്റു പേരുകളും പരിഗണിക്കപ്പെടുന്നുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം നേപ്പാളിൽ എന്താണ് സംഭവിക്കുന്നത്.